വെൽക്കം ബാക്ക്. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ്, ഐ ആം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്, എന്നെ പോലെ തന്നെ നിങ്ങളെ ഇനി മുതലുള്ള ഡേ ടു ഡേ ലൈഫ് പരമാനന്ദമാക്കി മാറ്റാൻ പറ്റിയതായിട്ടുള്ള ആമസോണിൽ നിന്നുള്ള ബ്യൂട്ടി പ്ലസ് സ്പാ ഇലക്ട്രോണിക് ഐറ്റംസ്. ഓ മൈ ഗോഡ് ഗായ്സ്, ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ മന്ത്ലി വൺസ് ആയാൽ പോലും ഈ പ്രൊഡക്ട്സ് കാരണം നിങ്ങളുടെ ലൈഫ് വളരെ സോർട്ടഡ് ആവാൻ പോവാ ഗൈസ്. ആൻഡ് കുറേ പാർലറിൽ കൊണ്ടേ നിങ്ങൾ കാശ് മുടക്കണില്ല, അത് ഞാൻ ഇന്ന് സേവ് ചെയ്ത് തരാം. അപ്പം തന്നെ ഞാൻ വാലന്റൈൻസ് ഡേ സമയത്താണ് ഞാൻ കുറേ നാൾക്ക് ശേഷം പോയത് കേട്ടാ. ബില്ല് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇനി കുറേ നാളത്തേക്ക് ഞാൻ കിടക്കൂലാന്ന്. ബട്ട് യെസ് ഗൈസ്, ഈ ഇലക്ട്രോണിക്സ് ശരിക്കും പൊളിയാണ്, ഒന്നും പറയാനില്ല. നേരം വയ്ക്കണില്ല, വേഗം അതിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബ്യൂട്ടി പരമായിട്ടുള്ള ഇലക്ട്രോണിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കിന്നുമ നിങ്ങൾ ഓരോ സംഭവങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതൊന്നും സൂട്ട് ആവണില്ല. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വല്ല വൈറ്റമിൻ സി, നയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ വെറും പാവം പഴങ്കഞ്ഞിയാണ്. എന്നാലും ചിലവർക്ക് സൂട്ട് ആവില്ല, ബിക്കോസ് നിങ്ങളുടെ സ്കിൻ ബാരിയറിൻ്റെ കാര്യം കട്ട പുകയായിട്ടിരിക്കും. അപ്പോൾ ഡ്രൈ സ്കിൻ്റെ മിക്ക പ്രൊഡക്ട്സുകളിലും സെറമൈഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഓയിലി സ്കിൻകാർ എന്ത് ചെയ്യും? സെയിം ടൈം ഹൈഡ്രേഷൻ ഒട്ടും കുറവ് വരരുത്, ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഓയിലി ഫീൽ വരുത്താനും പാടില്ല. അങ്ങനത്തെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്ട്സ്. ആൻഡ് ഓ മൈ ഗോഡ്, എനിക്ക് പൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ ഒരു മാമാർത്തിൻ്റെ ചിയ സീഡ് ഓയിൽ ഫ്രീ ഫേസ് വാഷ്. മാമാർത്തിൻ്റെ ബെസ്റ്റ് കാര്യം എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ബെസ്റ്റിന് വേണ്ടി അവർ ഓരോരോ കാര്യങ്ങൾ തപ്പിപ്പിടിച്ചുകൊണ്ട് വരാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ നോട്ടീസ് ചെയ്തിട്ട് അതുപോലത്തെ ഇന്നോവേഷനാണ് അവരുടെ പ്രൊഡക്ട്സിൽ കൊണ്ടുവരുന്നത്. അതുപോലെ പ്രൊഡക്ട്സ് ആണ് ഈ ഒരു ചിയ സീഡ് റേഞ്ചിട്ട് എനിക്ക് പുതുമയായിട്ടാണ് തോന്നിയത്. ഞാൻ ആദ്യമായിട്ടൊക്കെ ചിയ സീഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ശരിക്കും യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രസമുണ്ട്, ബിക്കോസ് നല്ല സൂപ്പർ എഫക്റ്റീവാണ്. അറ്റ് ദ സെയിം ടൈം യൂസ് ചെയ്യാൻ തന്നെ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. ചിയ സീഡിൻ്റെ കാര്യം നമുക്കറിയാലോ, എങ്ങനെയാണ് വെള്ളത്തിലിടുമ്പോഴത്തേക്ക് ആ സാധനം ബുബ്ലു ആയിട്ട് ആ വെള്ളം ഫുൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണേ. അതുപോലെയാണ് ഇത് നമ്മുടെ സ്കിന്ന്. വേറെ ഫേസ് വാഷുകളെ പോലെ അല്ല, ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മെയിൻ ഹൈലൈറ്റ് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഡസ്റ്റ് പൊല്യൂഷനൊക്കെ പിടിച്ചിരിക്കുമല്ലോ, അതിനെ ഡീപ്ലി ക്ലീൻ ചെയ്യും. അത് വേറെ ഫേസ് വാഷും ചെയ്യും. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നുമുള്ള നാച്ചുറൽ മോയ്സ്ചർ ഇല്ലേ, അതിനെ നശിപ്പിക്കില്ല, അത് അവിടെ തന്നെ ഇരിക്കും, സ്കിന്നിന് ഒട്ടുമേ ഡ്രൈ ഔട്ട് ആക്കില്ല. ഇതിനകത്തുള്ള ചിയ സീഡും സെറമൈഡും കാരണമാണ് നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ റിപ്പയർ ആവണം, നന്നായിട്ട് സ്ട്രോങ് ആവണത്. അറ്റ് ദ സെയിം ടൈം എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യേണ്ടതാണ്. പ്ലസ് നമ്മുടെ സ്കിൻ ഇങ്ങനെ ക്ലോഗ്ഡ് ആയിട്ടിരിക്കില്ല, അതിനെ പ്രിവെൻറ്റ് ചെയ്യും. എന്നാൽ നമ്മുടെ സ്കിന്നെ ഒട്ട് ഡ്രൈ ആക്കില്ല, ഞാൻ പറഞ്ഞ പോലെ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹെൽത്തി ആക്കണതാണ്, ആ ഹെൽത്ത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ടിരിക്കണം. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഒരു കോംബോ ഉണ്ട്, സെയിം റേഞ്ചിലായിട്ടുള്ള ഈ ഒരു ചിയ സീഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഈസ് 24 hours വരെ നമ്മുടെ സ്കിന്നുമുള്ള ഒരു ഹൈഡ്രേഷൻ നിലനിർത്തി വെക്കണതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നോർമൽ ടു ഓയിലി സ്കിന്നിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖത്തുള്ള എണ്ണയും മോയ്സ്ചറും ഹൈഡ്രേഷനൊക്കെ നശിപ്പിച്ച് ദൂരെ കളയാന്നുള്ളതല്ല. അറ്റ് ദ സെയിം ടൈം സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കുക, സ്കിന്നിൻ്റെ ബാരിയർ റിപ്പയർ ചെയ്യുക, പ്ലസ് 24 മണിക്കൂർ അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ നിലനിർത്തി വെക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ പൊളിയായിട്ട് ചെയ്യും. നോർമൽ ടു ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കാര്യം കട്ട പുകയായിട്ടിരിക്കണേ, എന്ത് അപ്ലൈ ചെയ്താലും നീരി പുകഞ്ഞോടും, അല്ലെങ്കിൽ വരാൻ പോണ സമ്മർ സീസണിൽ നിങ്ങളുടെ സ്കിൻ ഡള്ളായി മാറുന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഗോ ഫോർ ദീസ് പ്രൊഡക്ട്സ് ബിക്കോസ് യു വിൽ ലവ് ഇറ്റ്. ആൻഡ് 20% ഓഫ് കിട്ടാനായിട്ട് പർപ്പിൾ 2025 കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക ഓൺ മാമാർത്തിൻ്റെ ആപ്പ് അല്ലെങ്കിൽ മാമാർത്തിൻ്റെ വെബ്സൈറ്റ് പോലെയാണ്. മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ ആൻഡ് നിങ്ങളുടെ അടുത്തുള്ള ഓഫ്ലൈൻ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. ഓൺലൈൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്യൂട്ടി ഇലക്ട്രോണിക് ഐറ്റംസിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഐറ്റം അത്യാവശ്യം കനമുണ്ട്, ഞാൻ ബാഹുബലി ഇതാണ് കേട്ടോ ഫസ്റ്റ് ഐറ്റം നമ്മുടെ. സോ ഇതാണ് ഗാരോ ബ്രാൻഡിൻ്റെ ഫുഡ് മസാജർ. ആക്ച്വലി ഇത് മമ്മിയുടെയാണ്, പക്ഷേ ജിമ്മിലൊക്കെ പോയി ലെഗ് ഡേ ഒക്കെ അടിക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ലെഗ് ഡേ സമയത്ത് പിന്നെ പീരിയഡ് സമയത്ത് നമുക്കൊരു കാലുമ വേദന വരില്ല, ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, പൊളി സംഭവമാണ് കേട്ടോ. ആൻഡ് മമ്മി ഇത് ഓൾറെഡി ഫാനായിരുന്നു, പപ്പ യൂസ് ചെയ്തപ്പോൾ പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂട്ടാക്കാം. യെസ്, അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഐറ്റമായി മാറിയിട്ട് ഇങ്ങനെ മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. മാനുവലായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ആൻഡ് ഓൾറെഡി ജസ്റ്റ് നോർമലി നമ്മൾ ഇതിനെ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് അതിനനുസരിച്ചുള്ള സ്പീഡും മൂവ്മെൻറ്റും പിന്നെ മൂവ്മെൻറ്റ് മാറലും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ ഒരു 15 minutes ആണ് പെർ സെഷൻ. പക്ഷേ പൊളിയാണ് ഈ ഒരു സംഭവം, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ ഗൈസ്. സ്പെഷ്യലി നമ്മുടെ പാരൻസിന് വേണ്ടി ഒരു ബെസ്റ്റ്
ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് സ്വയം അവനവന് വേണ്ടിയാണെങ്കിലും ഗോ ഫോർ ഇറ്റ്. 3 to 4 വേരിയൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടാണ് നമുക്ക് സോഫയിൽ ഇരുന്നും കൊണ്ട് ഇങ്ങനെ കാലിറക്കി വെക്കാൻ പറ്റിയത്. പക്ഷെ അത് കുറച്ച് സിറ്റിംഗ് പൊസിഷൻ ആയിട്ടുള്ളതാണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ പ്രിഫർ ചെയ്തത് മമ്മി ഇങ്ങനെ കിടന്നും കൊണ്ട് മമ്മിക്ക് സുഖമായിട്ട് ആ ഒരു മസാജ് കിട്ടുക അങ്ങനത്തെ രീതിയിലാണ് ഇത് മേടിച്ചത്. നമ്മളൊരാൾ തിരുമ്മി കൊടുക്കില്ല, ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഇതിനകത്തും കിട്ടണത്. നമുക്ക് ശരിക്കും കാലിൽ ആ ഒരു പെയിൻ ഉണ്ടാവുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ വർക്ക് ആവണത് കേട്ടോ. അതാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. അപ്പോൾ അതെന്തായാലും നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സോഫയിൽ ഇരുന്നും കൊണ്ടും നമ്മുടെ കാലുകൾ ഇറക്കി വെക്കാട്ടോ, അങ്ങനെ കുഴപ്പമില്ല. മേക്ക് ഷുവർ കാല് നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം. ഇങ്ങനെ വിണ്ട് കീറി അല്ലെങ്കിൽ ക്രാക്ഡ് ഹീലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ തുണിയുണ്ട്, അത് പറഞ്ഞ് ഒക്കെ നിങ്ങൾക്ക് അകത്തുള്ള സ്ട്രക്ചർ കാണാൻ പറ്റും. സോ യെസ്, അപ്പം അങ്ങനത്തെ ഒരു കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സോക്സ് ഇടാം. ഓരോ സംഭവങ്ങളും പല പല റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഉണ്ട് 2 ഫുഡ് മസാജർ നോർമൽ ആയിട്ടുള്ളതുണ്ട്, ഒരു സ്ക്വയർ ഫുഡ് മസാജർ ഉണ്ട്. ഞാൻ മേടിച്ചാണ് ഗ്രാൻഡ് ഫുഡ് മസാജർ. ഇതിനകത്ത് കുറേ അത്യാവശ്യം ഫങ്ഷൻസ് ഉണ്ട്. എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാണ്. അതിനകത്ത് ഇതേ കണ്ട ഈ ഒരു ഹാൻഡിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ഫ്രെയിമിങ് ചെയ്യാം, ഇതിൻ്റെ ആംഗിൾ മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാലിന് എങ്ങനെ വെക്കണോ അങ്ങനെ വെക്കാൻ പറ്റും. എവിടെ ഇരുന്നും എവിടെയും കിടന്നും എങ്ങനെ നമുക്കിതിനെ യൂസ് ചെയ്യാം. സോ ദിസ് ദ ബെസ്റ്റ് ഐറ്റം. ആൻഡ് ഇതിൻ്റെ റേറ്റ് ആണ് 5200 റുപ്പീസ് ഈ ഒരു ഗ്രാൻഡിൻ്റെ കേട്ടോ. ആൻഡ് വേറെ 2 ഫുഡ് മസാജർ ഉണ്ട്, അത് ഒരെണ്ണം 5000 അണ്ടറിൽ ആൻഡ് ഒരെണ്ണം 3000 അണ്ടറിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ കേബിൾ ഉണ്ട്, പക്ഷെ അതിന് അത്ര ലെങ്ത് പോരാ. അപ്പോൾ നമുക്ക് എവിടെയും എങ്ങനെയും യൂസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഈ ഒരു കേബിൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇത് ഒരു 5 മീറ്റർ കേബിളാണ്. അപ്പോൾ നമുക്ക് എത്ര നീട്ടത്തിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതും നല്ലതാണ്, ഇതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. നെക്സ്റ്റ് ഐറ്റം അഗൈൻ ഒരു മസാജറാണ്. അതാണ് ഈ ഒരു ഷോൾഡർ ആൻഡ് നെക്ക്, അല്ലെങ്കിൽ നമുക്ക് ബാക്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ബാക്കിൽ മേടിച്ചിട്ട് തന്നെ 5 കൊല്ലം, എനിക്ക് തോന്നുന്നു അഗാരോൻ്റെയും ഇപ്പോൾ ഇതുപോലത്തെ സെയിം ആയിട്ടുള്ളത് ഉണ്ട്. പക്ഷേ 5 കൊല്ലം മുമ്പ് ഈ ഒരു ബ്രാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ക്വൈറ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട് ഗൈസ് ഇത്. ആൻഡ് ഇതിൻ്റെ ദ്രവിച്ച കൊല്ലം ഞാൻ കാണിച്ചത്. ആക്ച്വലി ഞാനിതിനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. എൻ്റെ പാരൻസാണ് യൂസ് ചെയ്തേക്കണേ. ഇതിൻ്റെ കോലം നോക്കി ബട്ടൺ ഉണ്ട് കേട്ടോ. ഓരോരോ മോഡുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ മോഡ് മാറ്റണതും ഉണ്ട്, പ്ലസ് എത്ര സ്പീഡ് വേണമെന്നുണ്ട്, പിന്നെ ഹീറ്റ് നമുക്ക് ചൂട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഓണാക്കി കണ്ട കറങ്ങണേ പൊളിയല്ലേ. ഓക്കെ, ഞാൻ എന്തായാലും ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല, നോക്കട്ടെ കേട്ടോ ഇത് എങ്ങനെയുണ്ട്. ഇത് ഫുള്ളിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴാ ഗൈസ്. ഇതേ കണ്ട ദ്രവിച്ച് ഓ മൈ ഗോഡ്. നമുക്ക് ഈ ഷോൾഡർ നെക്ക് ഏരിയയിലാണല്ലോ ഏറ്റവും കൂടുതൽ ടെൻഷൻ സ്ട്രെസ് ക്രിയേറ്റ് ആവാ. ഒന്നും പറയാനില്ല ഗൈസ്, അമേസിങ്. ഇത് ഞാൻ എന്താ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു എനിക്കിതിൻ്റെ ആവശ്യമില്ലത്. ബട്ട് ഇതൊരു സുഖം. ഇന്നലെ ഞാൻ ഷോൾഡർ അടിച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ നല്ല പെയിൻ ഉണ്ട് ഇത് ചെയ്തപ്പോൾ. എന്തായാലും സംഭവം പൊളി കിട്ടാൻ. ഇവിടെ നമ്മൾ ഈ ഹീറ്റിൻ്റെ ഓപ്ഷൻ ഇല്ലേ, അതിങ്ങനെ ഓൺ ആക്കുമ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ റെഡ് ആവട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഇത് ആക്ച്വലി റെഡ് കളറാണ്, ഇപ്പം കാണുന്നില്ല. സംഭവം ഇത് ചൂടാവും ഗൈസ്. ഈ ഹീറ്റിൻ്റെ ബട്ടൺ നമ്മൾ ഓണാക്കുമ്പോൾ ഇനി അറിഞ്ഞുകൊണ്ട് ഇത്രയും കൊല്ലം ആയതുകൊണ്ട് ഇതിൻ്റെ ആ ഫംഗ്ഷൻ അടിച്ചു പോയോ എന്നുള്ളത് കേട്ടോ. കാരണം ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ ഒരാൾ മസാജ് ചെയ്തെന്നുള്ള ഒരു സുഖം ഞാൻ കൊതിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ദിസ് ഇസ് റിയലി വർത്ത് ഇറ്റ്. ഇത് കയ്യൊക്കെ വെക്കുമ്പോൾ എന്തൊരു സുഖമോ. 4 കൊല്ലം മുമ്പ് ഇതിന് 4000 റുപ്പീസ് ആയിരുന്നു ഗൈസ്. ഓക്കെ, ഇപ്പം ഇതിന് ജസ്റ്റ് 2500 റുപ്പീസ് ഉള്ളൂ ഗൈസ്. വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ, 1700 രൂപയുടെ ഉള്ള ഒരെണ്ണം ഉണ്ട്. അത് 46,000 പേര് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാട്ടെ. എന്തായാലും ഇതെന്ന് പറഞ്ഞാൽ 4 കൊല്ലം മുമ്പ് എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ളൊരു ഐറ്റം. ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ ആ സമയത്തെ ഇന്ത്യയിൽ നിന്ന് ആരും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എന്താ പറയുക, മമ്മിക്ക് ഗിഫ്റ്റ് കൊടുക്കണോ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് വീട്ടുകാർക്ക് ഇട്ട് സ്വയരക്കേടുണ്ടാക്കിയും കൊണ്ട് ഈ 5000-3000 പോലത്തെ ഈ മസാജർ മേടിക്കാനായിട്ട് ഓടണ്ട. നിങ്ങളുടെ അടുത്ത് കുറച്ചേ ബഡ്ജറ്റുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക വേദനയിൽ നിന്നൊക്കെ കുറച്ച് മോചനം വേണം, കുറച്ച് സുഖം വേണമെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ എ ഗുഡ് ക്വാളിറ്റി ഹോട്ട് ബാഗ് ഇട്ടാ ജസ്റ്റ് ലൈക്ക് ദിസ് വൺ. ഇത് കെയർ സ്മിത്ത് ബ്രാൻഡിൻ്റെയാണ്. ഇതിന് മുമ്പ് ഞാനൊരു പർപ്പിൾ കളർ കണ്ടുകൊണ്ട് ഒരു ഹോട്ട് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് എൻ്റെ അമ്മോ അത് വീർത്ത് ഗൈസ്, ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടിച്ചെതറാം, അതുപോലത്തെ അവസ്ഥ ഉണ്ട്. അതിൻ്റെ ജെല്ലില്ല അകത്തുള്ളത്. ഇതെനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം അത് ചൂടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് പൊട്ടി
തെറുക്കി. അതുകൊണ്ട് ഞാൻ അതിനടുത്ത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ആൻഡ് ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ. ഇതുപോലെ തന്നെ പറഞ്ഞാൽ നാട്ടിലും മമ്മിങ്ങ് പപ്പിങ്ങ് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ചില സമയത്ത് നമുക്ക് ആ ഒരു ചൂട് കംപ്രഷൻ തന്നെ വേണം വയ്ക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ വളരെ സുഖമാണ്. ഇതിനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേസിൽ യൂസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഗുഡ് ടു ഗോ ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ക്രാംസിന് യൂസ് ചെയ്യാൻ പൊളിയാണ്. ഇതിനോട് ആക്ച്വലി ഒരു കവറും കൂടെ വരും കേട്ടോ. സോ ദാറ്റ് നമുക്ക് പെട്ടെന്ന് ആ ഒരു പൊള്ളലേക്കില്ല അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ചൂട് കുറഞ്ഞ് വരുമ്പോൾ ആ കവർ മാറ്റിയിട്ട് ഇതിന് ഡയറക്റ്റ്ലി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന് യൂസ് ചെയ്യാം. ജസ്റ്റ് 12 minutes നമുക്ക് ഇതിനെ ചൂടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ കൂടെ ചാർജറും അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ ഞാൻ ആക്ച്വലി മസാജർ ഞാൻ പറഞ്ഞില്ല ഞാൻ 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അതല്ലാണ്ട് ഞാൻ ഇതിനെ എങ്ങനെയാണ് എപ്പോഴും യൂസ് ചെയ്യാറെന്ന് പറഞ്ഞാൽ ഇതിനെ ചൂടാക്കും. ഞാൻ നോർമലി കിടക്കണ പോലെ കിടന്നിട്ടില്ലേ, ഇതിനെ കാലിൻ്റെ അവിടെ ഇട്ട് വെച്ചിട്ട് കാല് ഞാൻ മടക്കിയിട്ട് എൻ്റെ പാദങ്ങൾ ഇതുമ വയ്ക്കും. മനസ്സിലായി? പാദങ്ങൾ വൃത്തിയായിട്ടിരിക്കണം കേട്ടോ. സോ യെസ്, പാദങ്ങൾ ഞാൻ അതിലേക്ക് വയ്ക്കും. അല്ലെങ്കിൽ ഒരു തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ പാദങ്ങൾ വയ്ക്കും. ഫുൾ ഡേ നമ്മൾ ഏറ്റ് നടന്ന ആ ക്ഷീണം എവിടെ പോയിന്ന് പറയണ്ട. എന്ത് സുഖമാണോ ശരിക്കും. നമ്മൾ ആ ഒരു എന്താ പറയുക വെള്ളത്തിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് കാലിറക്കി വെക്കില്ല. യെസ്, ആ ലെവൽ സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഇതെന്തായാലും വെർത്തിട്ടാണ്. ജസ്റ്റ് 850 rupees. ആൻഡ് വേറെയും ഉണ്ട്, പക്ഷെ ഞാൻ കെയർ സ്മിത്ത് ബ്രാൻഡ് ആക്ച്വലി നല്ല ഒരു ട്രസ്റ്റബിൾ ബ്രാൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതുപോലത്തെ ഒക്കെ കേസിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് അപ്പോൾ പൊട്ടിത്തെറിക്കാനായിട്ടുള്ള റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിച്ചതിട്ടാ. ആൻഡ് ഇത് കുറേ നാളായി ഞാനിപ്പോൾ യൂസ് ചെയ്യണം. മോർ ദാൻ 2 years ആയിട്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസം പീരിയഡ്സ് സമയത്ത് എനിക്ക് എന്തായാലും ആവശ്യപ്പെടാറുണ്ട് കേട്ടോ. എനിക്ക് വയറുവേദന ക്രാംസിന് വേണ്ടി ഞാൻ ഹോം റെമഡീസ് ചെയ്യും. പക്ഷെ നടുവേദന എടുക്കും ചില സമയത്ത്. അല്ലെങ്കിൽ കാഫ് ഉണ്ടാവില്ല, നമ്മുടെ മുട്ടിൻ്റെ പുറകേലാടിയുള്ള ഭാഗം, അവിടെയൊക്കെ നല്ല വേദന വരും. കാൽപാദങ്ങളിൽ ആ ഒരു വേദന വരും. അപ്പോൾ ആ ഒരു കേസിൽ ദിസ് ഇസ് മസ്റ്റ് ഹാവ് ഇട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഭയങ്കര മസാജർ ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് മേടിക്കേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഫസ്റ്റ് ഗോ ഫോർ ദിസ് വൺ. ഇത് തന്നെ അത്യാവശ്യം റിലാക്സ്. കാരണം ഞാൻ മോസ്റ്റ് ഓഫ് ദ ലൈഫ് എൻ്റെ ഇതായി യൂസ് ചെയ്തേക്കണം, ഹോട്ട് ബാഗായി യൂസ് ചെയ്തേക്കണം. ഇപ്പോഴേ മസാജറൊക്കെ ആക്ച്വലി മസാജർ 2 മേടിച്ചേക്കണം ഞാൻ എൻ്റെ പാരൻസിന് വേണ്ടിയാണ്. പക്ഷേ ഇടയ്ക്ക് കട്ട് ഞാൻ ഉപയോഗിക്കുമ്പോൾ അത്രേ ഉള്ളൂ. ബട്ട് അല്ലാണ്ട് ഇത് തന്നെയായിരുന്നു ഞാൻ ഫുൾ ടൈം യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഇത് ശരിക്കും വർത്തിട്ടാണ്. ഇത് ഇവിടെ വേദന എടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം, നല്ല സുഖം കിട്ടും. പുറകയിൽ വയ്ക്കാം, ബാക്കിൽ വയ്ക്കാം. കമഴ്ന്ന് കിടന്നിട്ടേ ബാക്കിലേക്ക് ഇങ്ങനെ ഒന്ന് വച്ചാൽ മതി. നിങ്ങൾ ഉറങ്ങിപ്പോണതറിയില്ല. ശരിക്കും എപ്പോഴും യൂസ് ചെയ്തും കൊണ്ട് ശീലിക്കരുത് കേട്ടോ. ശരിക്കും പെയിൻ ഉള്ളപ്പോൾ മാത്രം ഇതുമ റിലൈ ആവുക. എന്നും അങ്ങോട്ട് ശീലിച്ചാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് സുഖം കിട്ടലിൽ നിന്ന് പോകും. സോ യെസ്, ആർത്തി പണ്ടാരങ്ങളാകരുത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ആമ മസാജറാണ്. നിങ്ങൾ കുറേ വീഡിയോസിൽ ഞാൻ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇതും അഗൈൻ കെയർ സ്മിത്ത് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഓ മൈ ഗോഡ്, വാട്ട് എ ഗുഡ് ക്വാളിറ്റി. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ കാലകൾ നമുക്ക് ഇളകി കഴുകാം ഗൈസ്. എന്ന് വെച്ചാൽ ഇളക്കി കഴുകാം. ചില സമയത്ത് ഇങ്ങനെ എണ്ണ തേച്ചതിന് ശേഷം മസാജ് കൊടുക്കുമ്പോൾ ഡാൻഡ്രഫ് ഒക്കെ അതും ഇങ്ങനെ പതിഞ്ഞ് നിൽക്കും എണ്ണയുടെ ഒപ്പേ. സോ യെസ്, അപ്പോൾ ഞാൻ കഴുകാനിടാറുണ്ട്. അല്ലെങ്കിൽ സ്വയം തന്നെ ഞാൻ കഴുകാറുണ്ട്. ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊക്കെ ഉരച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി ഉണക്കിയിട്ട് വീണ്ടും നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. അതിനെ ഡയറക്റ്റ് അങ്ങോട്ട് വെള്ളത്തിൽ കാണിക്കരുത് ഗൈസ്. യെസ്, എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ കണ്ട് ബുദ്ധി ഉണ്ടെന്നുള്ളത്. സോ യെസ്, നന്നായിട്ട് ചാർജ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ദിവസങ്ങൾ സുഖമായിട്ട് നടക്കണമാണ്. പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. നോർമലി എണ്ണയൊന്നും തേക്കാണ്ട് തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനായിട്ട് പൊളിയായിട്ട് വർക്കാവുന്നതാണ്. ആൻഡ് അത് ശരിയാണ്, ഒരാൾ ചെയ്തു തരുമ്പോൾ ഒരു സുഖം വേറെയാണ്. പക്ഷെ ഞാൻ അതിങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ തന്നെയാണ് പിടിച്ച് നിൽക്കണേന്നുള്ളത് കേട്ടോ. ഞാൻ കംഫർട്ടബിളായിട്ട് കിടക്കും ഗൈസ്. ഞാൻ കിടന്നിട്ട് അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ കയ്യുമ്പോൾ സ്ട്രെസ്സ് വരില്ലല്ലോ. കയ്യുമ്പോൾ സ്ട്രെസ്സ് വരുമ്പോഴേ എൻ്റെ ശ്രദ്ധ കയ്യിലേക്ക് പോകുള്ളൂ. കിടന്നും കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പല്ലുകൾ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഇട്ട് കുത്തുമ്പോൾ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധ പോവും. അപ്പം നന്നായിട്ട് വർക്കാവും. കമഴ്ന്ന് മുടി ഇങ്ങനെ മുമ്പിലോട്ട് ഇട്ടിട്ടേ കിടക്കുമ്പോൾ കമഴ്ന്ന് കിടന്നിട്ട് എന്നിട്ട് ഇവിടെ പിടിച്ച് കഴിഞ്ഞാൽ അപ്പോഴും കയ്യുമ്മയ്ക്ക് നമുക്ക് സ്ട്രെസ്സ് പോകില്ല. ഞാൻ ഇവിടെ ഒരു തലോണയും കൂടെ വെച്ച് കൊടുക്കും സോ ദാറ്റ് ആ ഒരു പൊക്കം കിട്ടാനായിട്ട്. അപ്പോൾ സുഖമായിട്ട് മസാജ് കിട്ടണം. ടെക്നിക്സ് അറിയണം ഗൈസ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അവനവന് തന്നെ നല്ല രീതിയിൽ എന്താ പറയുക മസാജ് ഫീല് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റണതാണ്. സോ യെസ്, കഴിവ് വേണം ഗൈസ്. എന്നെപ്പോലെ അതെല്ലാവർക്കും കിട്ടില്ല. ഒരു ആമയുടെ റേറ്റ് 1200 രൂപ ഉണ്ട്. കുറച്ച് റേറ്റ് ഉണ്ട്, നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പിടിച്ചിരുത്തി മസാജ് ചെയ്യിപ്പിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്, ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ആണ് അഗൈൻ ഈ ഒരു അഗാറോ ബ്രാൻഡിൻ്റെ തന്നെ ഫുഡ് സ്പാ മസാജർ ബക്കറ്റ് ഇട്ട്. അത് സ്പാ ഒരു പെഡിക്യൂർ ഫീൽ വീട്ടിൽ തന്നെ കിട്ടാനായിട്ടുള്ളൊരു സംഭവമാണ്. ആക്ച്വലി ഈ ഒരു സംഭവം എനിക്ക് കുറേ നാളായിട്ടൊരു നോട്ടം ഉണ്ടായിരുന്നു. ബട്ട് ലൈഫിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ പെഡിക്യൂർ ചെയ്യിപ്പിക്കാൻ പോയിരുന്നു. വാലന്റൈൻസ് ഡേയുടെ അന്ന് സോളോ ഡേറ്റിന് ഞാൻ പോയിരുന്നപ്പോൾ എൻ്റെ ഒരു ബക്കറ്റ്
ലിസ്റ്റിലുണ്ടായിരുന്നു ആദ്യമായിട്ടൊന്ന് ഇങ്ങനെ പെഡിക്യൂർ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കണം എന്നായിട്ട്. അങ്ങനെ ആദ്യമായിട്ട് ഒരാൾ എനിക്ക് കാൽ തിരുമ്പി തന്നെ എൻ്റെ ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗൈസ്. ആ ഒരു ഫീല് നെക്സ്റ്റ് ലെവൽ, ഒന്നും പറയാനില്ല. റേറ്റ് കണ്ടപ്പോൾ നെക്സ്റ്റ് ലെവൽ അറ്റാക്കും വന്നതായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ആ ഒരു റേറ്റിന് ജസ്റ്റ് കുറച്ചുകൂടെ പൈസ ആഡ് ചെയ്തു. ഇപ്പോൾ ഗൈസ് എനിക്ക് ഈ ഒരു മസാജർ തന്നെ കൈ കിട്ടി. ശരിയാണ്, ഒരാൾ ചെയ്ത് തന്നെ പോലത്തെ വരില്ല ഫീല്, ബട്ട് വീട്ടിൽ തന്നെ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ആയാൽ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലത്തെ രീതിയിൽ നല്ലൊരു ഫീൽ കിട്ടണമെങ്കിൽ വൈ നോട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് മേടിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. ബട്ട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഓൾറെഡി വളരെ എക്സ്പെക്ടേഷനിലാണ്. ആൻഡ് ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട് അത് വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക ഫീൽ ഉണ്ടാക്കാൻ. അഗാറിൻ്റെ ഓൾറെഡി ആ ഫുഡ് മസാജർ പൊളി ഫീലാണ് തന്നേക്കണം. സോ ഇത് എന്തായാലും നമ്മളെ മൂഡ് ഓഫ് ആക്കില്ല എന്ന് ഞാൻ വിചാരിക്കണു. ഇതുപോലത്തെ തന്നെ ലൈഫ് ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയും നിങ്ങൾക്ക് പെഡിക്യൂറിൻ്റെ ടബ് വേണമെങ്കിൽ കിട്ടും. അഗാറോ ഓൾറെഡി കേട്ടറിവായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ആൻഡ് എനിക്ക് ശരിക്കും അത് വെച്ചിട്ട് എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെയിം ബ്രാൻഡിൻ്റെ തന്നെ മേടിച്ചത്. കുറച്ച് പൈസ കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. ക്വാളിറ്റി അതാണ് ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യണേ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഐറ്റം ഈ വീട്ടിൽ നമ്മൾ ഓയിൽ മസാജൊക്കെ ചെയ്യിപ്പിക്കുമല്ലോ, അല്ലെങ്കിൽ ചെയ്യുമല്ലോ സ്വയം തന്നെ. ആ സമയത്ത് കുറച്ചിങ്ങനെ സ്റ്റീമിംഗ് ഒക്കെ എടുക്കുന്നത് പൊളിയാണ് നമ്മുടെ മുടിക്ക്. അപ്പോൾ ചൂടൻ തോർത്തിൻ്റെ സിസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ട്രസ്റ്റ് മീ ഗൈസ്, ചൂടൻ തോർത്ത് ചുറ്റി വെച്ചിട്ട് ഉണ്ടാവണം മുടിമ വന്ന ഒരു ഹെൽത്ത് അത് നെക്സ്റ്റ് ലെവലാണ്. പക്ഷെ എന്നെ കൊണ്ട് തന്നെ ഇപ്പോൾ കഴിയാറില്ല. വല്ലപ്പോഴും ഞാൻ എനിക്ക് മൂഡ് വന്നാൽ ചെയ്ത് അതും തണുപ്പാകുമ്പോഴേ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. കാരണം ചൂടുവെള്ളത്തിലിട്ട് എത്ര ചൂട് ആയാലും ഇട്ട് പിഴുതാൻ നല്ല സുഖമാണ്, കൈകൾക്ക് നല്ല സുഖം കിട്ടും. പക്ഷേ ബാക്കി സീസണിൽ നടക്കാൻ മാട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ ഒരു സംഭവം യൂസ് ചെയ്യണ കുറേ നാളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ. ഇതുപോലെ തന്നെ എടുത്തൊരു പിങ്ക് കളറിൻ്റെയും ഉണ്ട്. അത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. അതും ഇതും തമ്മിൽ വ്യത്യാസം, ഇതിനകത്ത് ഓൾറെഡി കവർ ഉണ്ട് കേട്ടോ. സിബ്ബക്കൂരി നമുക്ക് വേണമെങ്കിൽ കഴുകാം. ആ പരിപാടിക്ക് ഞാൻ പോകില്ല. അതിലും ഭേദം ഇതുപോലത്തെ ഒരു എന്താ പറയുക ഷവർ ക്യാപ്പ് നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോർമലി ഏതെങ്കിലും ഒരു റേഷനറിയുടെ കവർ ഉണ്ടാവുമല്ലോ, അത് അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇതിനെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലെയർ കിട്ടും. മനസ്സിലായി, ഡയറക്റ്റ് ഹീറ്റ് അങ്ങോട്ട് കൊള്ളയുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് നമ്മുടെ ഓയിലൊക്കെ നമ്മൾ സ്കാൽപ്പിലും മുടിയുമൊക്കെ അപ്ലൈ ചെയ്തിട്ടില്ലേ നല്ലോണം പെനിട്രേറ്റ് ആവും. ഇതിനകത്ത് 2 ചൂടിൻ്റെ സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ഫുൾ സെറ്റിങ്ങിൽ വെച്ചിട്ട് ഞാനിതിനെ നല്ലോണം ചൂടാക്കും അങ്ങറ്റത്ത്. പിന്നെ ഇത് തലയിലേക്ക് വയ്ക്കുമ്പോൾ ഞാനിത് മീഡിയമിലോട്ട് വയ്ക്കും. മനസ്സിലായ, മീഡിയമിലോട്ട് വയ്ക്കും ഒരു 5 മിനിറ്റ്, 5 to 10 മിനിറ്റ്. അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ഇത് ഓഫാക്കും. ഇത് കംപ്ലീറ്റ്ലി തണക്കണ വരെ. അത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തണക്കുകയും ചെയ്യും. ഈ ഫോട്ടോയിൽ കണ്ട പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു എന്താ ടർബൻ കാണിച്ചേക്കണം. പക്ഷെ ഇതിങ്ങനെ ഡിസൈൻ ആയിട്ടുള്ള രീതിയിലാണ്. ഇങ്ങനെ കുറെ വിസ തട്ടിപ്പ് കേസുകൾ ഉണ്ടാവും. നെക്സ്റ്റ് വൺ അഗൈൻ അഗാരോൻ്റെ തന്നെയാണ്. ടടാ, ഈ ഒരു ബ്ലോ ഡ്രയർ കണ്ടുകഴിഞ്ഞാൽ ചുക്കടമാണ്. ആക്ച്വലി ഞാനൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇതിനെ മേടിച്ചത്. എൻ്റെ അടുത്ത് വേറെ ഇരിപ്പുണ്ട്, പക്ഷെ പെട്ടെന്നുള്ള രീതിയിൽ ഇത് ഞാൻ ബ്ലോ ഡ്രയറോ ഹെയർ സ്ട്രൈറ്റ്നറോ അല്ലെങ്കിൽ കളറോ വളരെ റെയർ. ഞാനിപ്പോൾ എത്ര നാളായെന്നറിയാമോ യൂസ് ചെയ്തിട്ട് ഗൈസ്, വല്ല ഹീറ്റ്. ഇത് തന്നെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് നമ്മുടെ ഈ തണുപ്പ് കാലത്തില്ലേ പെട്ടെന്നൊന്ന് മുടി ഉണങ്ങാനായിട്ടുള്ള രീതി, ഇങ്ങനെ എന്ന് വെച്ചാൽ നനവ് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടിട്ട്. അതും ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂൾ ഷോട്ടാണ്. എന്ന് വെച്ചാൽ തണുത്ത കാറ്റ് മാത്രമേ ഒരു ചൂടുകാറ്റില്ല അതിനകത്ത്. പിന്നെ രണ്ടാമത്തത് മുതലാണ് ചൂട് തുടങ്ങാൻ. മൂന്നാമത്തത് ഭയങ്കര സ്പീഡുള്ള ചൂട്. മനസ്സിലായ, ഞാൻ ഇതുവരെ രണ്ടാമത്തേൽ പോലും പോയിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ. ഫാൻ യൂസ് ചെയ്യില്ല, അത് തന്നെ മടക്കാം സുഖമായിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടെ ഉണ്ട് ഗൈസ്, ഇങ്ങനെ കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല എനിക്ക് കിട്ടിയിരുന്നോ അതോ കിട്ടിയില്ല എന്നുള്ളത്. പക്ഷെ ഇത് കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു അറ്റാച്ച്മെൻറ്റ് ഇതേ മുമ്പിൽ. അപ്പം അതെന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി കിട്ടിയിട്ട് ഞാനത് മനസ്സിലാവാണ്ട് വലിച്ചെറിഞ്ഞോ അറിഞ്ഞുവിടാ. 700 rupees ഒരു സാധനം. പക്ഷെ സംഭവം പൊളിയാട്ടം, നല്ല ക്വാളിറ്റിയാണ്, കാണാൻ രസം. യെസ്, കളർ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മേടിച്ചത്. പ്ലീസ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അഗാരോൻ്റെ സ്പോൺസർഡ് വീഡിയോ അല്ല. ബിക്കോസ് നെക്സ്റ്റ് വൺ ഈസ് ഓൾസോ ഫ്രം അഗാരോ. ഈ ഒരു ഫേഷ്യൽ സ്റ്റീമർ കുറേ പ്രാവശ്യം നിങ്ങളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിൽക്കൂല ഗൈസ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അമൃതാഞ്ജൻ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ആക്ച്വലി മമ്മിക്ക് ഒട്ടും പാടില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ. അപ്പോൾ യെസ്, വളരെ എക്സ്ട്രീമായിട്ട് ഈ ഒരു സ്റ്റീമർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിൽ നമുക്കിങ്ങനെ വെള്ളം നിറയ്ക്കാം. അപ്പോൾ കുടിക്കണ വെള്ളം ദാറ്റ് മീൻസ് തിളപ്പിച്ച് വെച്ചിരിക്കണ വെള്ളമല്ല, ആറോ വാട്ടർ യൂസ് ചെയ്യുക, ഹാർഡ് വാട്ടർ ഒഴിക്കാണ്ടിരിക്കുക. ഞാൻ അതാ പറയാം, ഇതിൻ്റെ മോട്ടർ കേടാകാണ്ടിരിക്കുക. ഇത് നോർമലി നമുക്ക് ഫേഷ്യലിന് വേണ്ടിയിട്ടും
ഈ ഒരു സ്റ്റീമർ. അതിനാണ് ഞാൻ ആക്ച്വലി മോനെ മേടിച്ചത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജലദോഷം പനി വരുന്ന സമയത്തായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചാൽ കുറച്ച് കോട്ടണിലേക്ക് ഒന്നല്ലെങ്കിൽ ആ ഒരു കോടാലി എണ്ണയില്ലേ, ആക്സ് ഓയിൽ, അതല്ലെങ്കിൽ മറ്റേ യൂക്കാലി, അല്ലെങ്കിൽ ബാം, വിക്സ്, അല്ലെങ്കിൽ അമൃതാഞ്ജൻ എന്തെങ്കിലും ഇച്ചിരി എടുത്തിട്ട് ആ പഞ്ഞി സഹിതം ഞാൻ ഇവിടേക്ക് ഒന്ന് വച്ചുകൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് അപ്ലൈ ചെയ്ത് അത് മുകളിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആവി വരുമ്പോൾ അതിനെ തട്ടിയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും. ആൻഡ് ഇതിൽ നിന്ന് വന്ന ഒരു സ്റ്റീം എന്ന് പറഞ്ഞാൽ പൊള്ളേ ഇല്ല. ആൻഡ് പണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്ന സ്റ്റീമർ എനിക്ക് ഓർമ്മയുണ്ട്. ചില സമയത്ത് ചൂടുവെള്ളം അകത്ത് ഇങ്ങനെ തെറിക്കും, ഇങ്ങനെ ചീറ്റൽ പ്രാണം പോകും. പക്ഷേ ഇതിനകത്ത് ആ ഒരു കേസില്ല കേട്ടോ. ഇത് വളരെ സേഫ്ലി നല്ല ഒരു ക്ലൗഡി ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ആവിയ തന്നെ തൊട്ടുമേ പൊള്ളണ ആ ഒരു സീനിൽ നല്ല സുഖമാണ്. എന്തായാലും ഇത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. നമുക്കിങ്ങനെ പിടിച്ചും കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും പൊളിയാണ്, നല്ല ക്വാളിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഗാരോ. അതെനിക്ക് ഓൾറെഡി ഈ ബ്രാൻഡിനോട് എന്താ പറയുക എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് മേടിക്കണത് കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോഴെനിക്ക് മനസ്സിലായത് വെറുതെ അല്ല ഇതിന് ഇത്രയും നല്ല ക്വാളിറ്റി. ഇത് 1800 രൂപയുടെ സാധനമാണ്. അതാണ് ഇത്രയും നല്ലതായിട്ട് 2 കൊല്ലം പറ്റി സുഖമായിട്ട് നടക്കണത് കേട്ടോ. ജസ്റ്റ് എനിക്ക് തോന്നുന്നത് 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയാണ്. ചിലപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഗൈസ്, മമ്മി വീഡിയോ കാണുന്നതാണ്. സേയസ്. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം എനിക്ക് നല്ലത്. ഞാൻ പൊട്ടിച്ചിട്ടും കൂടി ഇല്ല. ദേ ഒരു ബോംബെ ബ്രാൻഡിൻ്റെ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു 6-in-1 സെൻസിറ്റീവ് ട്രിമ്മർ, ഇലക്ട്രിക് ട്രിമ്മർ ഇട്ടാ. അപ്പോൾ ഫുൾ ബോഡി രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് പ്രൈവറ്റ് ഏരിയാസിലും യൂസ് ചെയ്യാം. ഐബ്രോസ്, അപ്പർ ലിപ്, ചിൻ, പീച്ച്, ഫേസ്, അണ്ടർ ആംസ് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. ബിക്കിനി ഏരിയ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓൾ ഇൻ വൺ ആയിട്ടുള്ളതാണ്, ഇലക്ട്രിക് ആയിട്ടുള്ള. ഞാൻ എക്സൈറ്റഡ് ആണ്. എന്തായാലും നമുക്ക് യൂസ് ആയിട്ട് നോക്കാം. ഇതിൻ്റെ റേറ്റ് 1600 റുപ്പീസാണ്. പക്ഷേ ഇത് ഇറങ്ങിയിരുന്ന സമയത്ത് നല്ല ഡിസ്കൗണ്ടിൽ, അപ്പോൾ 1200 ആ ഒരു റേറ്റിൽ ഞാൻ മേടിച്ചതായിരുന്നു. ഐ എം വെരി എക്സൈറ്റഡ്. ആൻഡ് ഈ ഒരു കളർ കണ്ടിട്ടൊക്കെ യെസ്, ഈ ഒരു കളർ ഒരു ദിവസം എന്നെ കൊണ്ടേ പോകും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മേടിക്കില്ലായിരുന്നു ടു ബി ഓണസ്റ്റ്. ബിക്കോസ് ഐ എം വെരി മച്ച് ഹാപ്പി വിത്ത് മൈ വിനസ് റേസർ പ്ലസ് മറ്റേ എന്താണ് റിക്ക വാക്സ്. യെസ്, പക്ഷേ ഐ ഹാവ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. നെക്സ്റ്റ് വൺ ഈ ഒരു ഇലക്ട്രിക് ബ്രഷ്. അഗെയിൻ നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ സംഭവം, ഇത് ഞാൻ മേടിക്കാനായിട്ട് ഞാൻ പറയില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു വൈബ്രേഷനാണ് ഗൈസ്. ദേ 2 വൈബ്രേഷൻ സെറ്റിംഗ് ഉണ്ട്. ഇത് ജസ്റ്റ് എന്താ പറയുക ഇളക്കി കളയും. നമുക്കൊരു സുഖമാണ്, ഒരു പ്രത്യേക ഒരു ഫീല് വരുന്നതാണ്. ബട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇത് പെർഫുറ ബ്രാൻഡിൻ്റെയാണ്. ഇതിനകത്ത് വേറെ കറങ്ങണതായിട്ടുള്ള വേരിയൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അത് ട്രൈ ചെയ്തോട്ടെ. അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. കാരണം ഇങ്ങനെ കറങ്ങി കൊണ്ട് നമ്മുടെ പല്ല് നന്നായിട്ട് ക്ലീൻ ആക്കും. ഓറൽ ഹെൽത്ത് നന്നായിട്ട് ഹൈജീനിക് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ സംഭവം നല്ലതാണ്. ക്യാപ്പൊക്കെ സഹിതം വന്നതുകൊണ്ട് എനിക്കിഷ്ടം. ചില ബ്രഷുകളിൽ അവർ ക്യാപ്പേ തരൂല, അപ്പോൾ എനിക്ക് അങ്ങോട്ട് കലി കയറും. ബട്ട് അതർവൈസ് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹെഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം വേറെ 2 ഹെഡും കൂടെ നമുക്ക് കിട്ടണതാണ്. ഹെഡ് വേറെ ആയിട്ട് നമുക്ക് മേടിക്കുകയും ചെയ്യാം, മെഷീൻ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ 2 ഹെഡിൻ്റെ ഒപ്പം ഈ ഒരു മെഷീനും ഇതിൻ്റെയൊക്കെ കൂടെ റേറ്റ് ആണ് 690 റുപ്പീസ് ഇട്ടാ. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ചിലപ്പോൾ കറങ്ങണതായിട്ടുള്ള തല മാത്രം ഞാൻ മേടിക്കും. ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണെങ്കിൽ വൈനോട്ട്. അപ്പോൾ വേറെ ഞാൻ ഫുൾ മെഷീനായിട്ട് മേടിക്കണ്ടല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി അറിയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ബ്രാൻഡ് അതിൻ്റെ അപ്പുറം ബുദ്ധി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മെഷീൻ്റെ ഒപ്പം ചിലപ്പോൾ മേടിക്കാനായിട്ട് അവർ വല്ല സൈസും അങ്ങോട്ടും ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇതായിരുന്നു വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രൊഡക്ട്സ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബട്ട് സെൻസിബിൾ ആയിട്ടുള്ള പർച്ചേസ് നിങ്ങളാണ് ചെയ്യേണ്ടത്. എന്തൊക്കെ മേടിക്കണം എന്നുള്ളത് ആലോചിച്ച് കണ്ട് മേടിക്കുക. കാരണം വീട്ടിൽ സ്ഥലവും കൂടെ ഉണ്ടാവണം ഗൈസ്. ബട്ട് ആ മസാജർ ഇല്ലേ, ഫുഡ് മസാജർ, ഷോൾഡർ മസാജർ, അത് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോളാം നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി. ബിക്കോസ് ഓ മൈ ഗോഡ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഗൈസ്. പിന്നെ അതിൻ്റെ ചുറ്റിപ്പറ്റിയത് അവർ മാറില്ല, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും. ശരിക്കും ഒരു വർത്ത് ഇറ്റ് പ്രൊഡക്ട്സ് ആണ് അത് 2 കേട്ടോ. ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ അതെന്തായാലും മേടിച്ചോ. 100% ഞാൻ റെക്കമെൻഡ് ചെയ്യണതാണ്. സോ യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ലൈക്ക് ചെയ്യാൻ, നെക്സ്റ്റ് ഏത് വീഡിയോ ചെയ്യണം അതും പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ വ്ളോഗ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. എല്ലാവരും വീട്ടിലിരുന്ന് റിലാക്സ് ആവട്ടെ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പേരാണ് മിഥുന. താങ്ക് യു സോ മച്ച് മിഥുന ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എൻ്റെ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക. മേഘ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം. നെക്സ്റ്റ് വെച്ച് നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.